ആകാശത്ത് നിന്ന് കെട്ടിയിറക്കപ്പെട്ടവരല്ല ഒരു പുരോഹിതനും. ഈ ഭൂമിയിൽ നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കൾക്ക് പിറന്നവനാണ് ഓരോ പുരോഹിതനും. അതുകൊണ്ട് അതിന്റെ എല്ലാ പരിമിതികളും എല്ലാ പുരോഹിതർക്കും ഉണ്ടാകുമെന്നേ. ഏത് പുരോഹിതനാണ് പൂർണ്ണൻ? ആരുമല്ല. ഒരു പുരോഹിതനും പൂർണ്ണത കൊണ്ട് കർത്താവിന്റെ ബലിയർപ്പിക്കാൻ ആർക്ക് പറ്റും? ഈ ഭൂമിയിൽ പറ്റില്ല. എല്ലാവരും അപൂർണരാണ്. പുരോഹിതരും മെത്രാനും സന്യാസിനികളും ഒക്കെ അപൂർണരാണ്. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന വേണം അവരെ ശക്തിപ്പെടുത്താൻ. എല്ലാ കുർബാനയ്ക്ക് ശേഷം നമ്മളൊരു ആഘോഷമായിട്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. നിത്യപുരോഹിതൻ ഈശോയെ കാക്കണം അങ്ങേ വൈദികരെ എന്നൊക്കെ പാടുന്നുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ എത്ര പേർ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? കുർബാന ചൊല്ലുന്ന അച്ഛൻ നിങ്ങൾക്കറിയാം 2 പ്രാവശ്യം, മിനിമം 2 പ്രാവശ്യം, റാസ കുർബാനയിലാണെങ്കിൽ 3 പ്രാവശ്യം ദൈവജനത്തോട് ചോദിക്കുന്നില്ലേ? എന്താ ചോദിക്കുന്നത്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് അത് ആദ്യത്തെ പ്രാർത്ഥനയുണ്ടല്ലോ, അതായത് വിശ്വാസ പ്രമാണം വരെയുള്ള ഭാഗം ഈ ബേമയിൽ നിന്ന് ശുശ്രൂഷ ചെയ്തിട്ട് വിശ്വാസ പ്രമാണത്തിന് തൊട്ട് മുമ്പ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും താതനം അതുപോൽ പാട്ടിന്റെ അവസാനത്തെ പാദം എത്തുമ്പോ അച്ഛൻ തിരിഞ്ഞ് മദ്ബഹായിലേക്ക് നോക്കി കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എന്നെ നീ യോഗ്യനാക്കണമേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന നേരമാണത്. ആ കുമ്പിട്ട് കിടന്നുള്ള പ്രാർത്ഥന, കുശാപ്പ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒറ്റ യോഗ്യത എനിക്കുള്ളൂ, എനിക്കും എന്റെ ജനത്തിനും കുർബാന അർപ്പിക്കാൻ ഒറ്റ യോഗ്യതയുള്ളൂ. എന്താണ് ആ യോഗ്യത? സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം മാത്രമാ കർത്താവേ ഞങ്ങളുടെ യോഗ്യത എന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അതിനുശേഷം 6 പ്രാവശ്യം കുമ്പിട്ടാണ് അച്ഛൻ മുകളിലേക്ക് കയറുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? എന്ന് വെച്ചാൽ 3 പ്രാവശ്യം പോകുന്ന വഴി കുമ്പിടും. കുമ്പിട്ട് ഭയത്തോടെ വിറയലോടെ ബലിപീഠം സമീപിക്കുകയാണ്. 3 പ്രാവശ്യം കുമ്പിട്ട് ബലിപീഠത്തിന്റെ ചാരത്തെത്തി കഴിഞ്ഞിട്ട് ബലിപീഠത്തിൽ വീണ്ടും 3 പ്രാവശ്യം കുമ്പിടും. അങ്ങനെ 6 പ്രാവശ്യം കുമ്പിട്ട് ബലിപീഠത്തിന്റെ ചാരത്ത് വന്ന് നിൽക്കുമ്പോ പുരോഹിതന്റെ ഉള്ളു പൊള്ളും. കർത്താവേ, അയോഗ്യനാണ് ഞാൻ, ബലഹീനനാണ് ഞാൻ എന്ന് പറഞ്ഞ് പുരോഹിതന്റെ ചങ്കു പൊള്ളും. ആ നേരത്ത് പുരോഹിതൻ സഹായം അഭ്യർത്ഥിക്കുന്നത് ആരോടാണ്? തന്റെ ദൈവത്തോടും ദൈവജനത്തോടും. ആദ്യം പ്രാർത്ഥിക്കും, കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കും, കർത്താവേ ആശീർവദിക്കണമേ. എന്നിട്ട് ഉടനെ തിരിഞ്ഞ് ജനത്തോട് പറയും, എന്റെ ജനമേ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവരെന്ന്. പുരോഹിതന്റെ കേണപേക്ഷയാണത്. കാരണം വണങ്ങിയാണ് ജനത്തോട് ചോദിക്കുന്നത്, താണു വണങ്ങി ചോദിക്കുകയാണ്, എന്റെ ജനമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് കുർബാന അർപ്പിക്കണം, പറ്റുന്നില്ല, ബലഹീനനാണ്, അയോഗ്യനാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് പുരോഹിതൻ വണങ്ങി കരങ്ങൾ നീട്ടി യാചിക്കുകയാണ്. നമ്മൾ എത്ര പേര് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നുണ്ട് ആ നേരത്ത് പുരോഹിതർക്ക് വേണ്ടിയിട്ട്? ഈ കുർബാന ചെല്ലുന്ന അച്ഛന് വേണ്ടിയിട്ട് മാത്രമല്ല, കർത്താവേ എല്ലാ പുരോഹിതർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശുദ്ധിയിൽ നിന്റെ പുരോഹിതരെ കാക്കണമേ എന്ന് ഈ കാലഘട്ടത്തിൽ ജനം പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനകൾ ഉയരണം ഒരുപാട്. ഈ കാലഘട്ടം അത് ആവശ്യപ്പെടുന്നുണ്ടെന്ന് ഓർക്കണേ.